ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം വീഡിയോയ്ക്ക് പോവാം. കഴിഞ്ഞ വ്ളോഗ് കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവരും ഒരുപാട് ഉണ്ണീനെ വിഷ് ചെയ്യുകയൊക്കെ ചെയ്തു. ഉണ്ണി നിങ്ങളുടെ വിഷസ് എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. താങ്ക്സ് പറയാൻ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വീഡിയോയ്ക്ക് പോവാം. മേക്കപ്പ് പ്രോഡക്റ്റാണ് വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം വാങ്ങിയിട്ടുള്ളത് മാർസിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. മാർസിൻ്റെ ബ്ലൂമിങ് ഡാലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ ഒരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. പിങ്ക്, ന്യൂട്രൽ ബ്രൗൺ ഷെയ്ഡ്സൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. 3 മാറ്റ് ഷെയ്ഡ്സും അതേപോലെ 3 ഗ്ലോസി ഷെയ്ഡ്സും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല എല്ലാ എന്താ പറയുക ഫങ്ഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാലറ്റാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. മാർസിൻ്റെ പിന്നെ അറിയാലോ. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു പാലറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പാലറ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ കയ്യിൽ കൂടുതലുണ്ടായിരുന്നത് കുറച്ച് എന്താ പറയുക ബ്രൗൺ, നമ്മൾ ഓറഞ്ച് അങ്ങനത്തെ ഷെയ്ഡൊക്കെയാണ്. അപ്പോൾ ഒരു പിങ്ക് ഐ ഷാഡോ പാലറ്റ് എൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെ നോക്കൂ, അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു ഹൈലൈറ്ററാണ്. ഇത് മാർസിൻ്റെ തന്നെ ഗ്ലോ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലൈറ്ററാണ് കേട്ടോ. ഇതിന് 3 ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. ഒന്ന് ഗോൾഡ്, പിന്നെ ഒന്ന് റോസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, പിന്നെ ഒരു ഷാമ്പൈൻ. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഒരു ഷാമ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. മീഡിയം സ്കിൻ ടോണുകാർക്കൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ മാർസിൻ്റെ ഇത് യൂസ് ചെയ്ത് നോക്കി. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളിങ്ങനെ ഹൈലൈറ്റർ ഇട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് നമ്മൾ സാധാരണ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു 2-3 ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫേസ് മൊത്തം നല്ലൊരു നാച്ചുറൽ ഗ്ലോ ഉള്ള പോലെ തോന്നിയിട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും അതേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതേപോലെ തന്നെ ഈ ഒരു റേറ്റിന് അത്യാവശ്യം നല്ല ഒരു ഹൈലൈറ്ററാണ് കേട്ടോ. അപ്പം ഇതുപോലെ ബിഗിനേഴ്സിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സിനൊക്കെ പറ്റിയതാണ്. അടിപൊളി സൂപ്പർ സാധനമാണ്. അപ്പോൾ 3 ഷെയ്ഡുണ്ട്. നമ്മുടെ ഒരു സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് മേടിക്കാം കേട്ടോ. ഇനി ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് ഇത്. എർത്ത് ഋതത്തിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇഷ്ടമാണ്. പക്ഷേ ലിപ് ഗ്ലോസ് അങ്ങനെ ഗ്ലോസി അടിക്കുന്ന ഐറ്റംസ് ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഇത് നമുക്ക് ബ്ലഷായിട്ടും ഞാൻ മെയിനായിട്ട് ഒരു ബ്ലഷ് എന്നുള്ള രീതിയിലാണ് ഇത് വാങ്ങിയത്. പക്ഷേ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു വൈൻ ഷെയ്ഡാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ കയ്യിൽ ഈ ഒരു ഷെയ്ഡ് ഇല്ല. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇത് ക്യാമറയിൽ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇത് ശരിക്കും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു വൈനാണ് കേട്ടോ. വൈൻ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ്. എല്ലാ സ്കിൻകാർക്കും അടിപൊളിയാണ്. ഇതെല്ലാവർക്കും പറ്റുന്ന ഷെയ്ഡാണ്. നല്ല രസമാണ് ലിപ്പിലിട്ട് കഴിഞ്ഞാൽ. ചീക്കിൽ കുഴപ്പമില്ല, പക്ഷേ ലിപ്സിലാണ് ഇത് കൂടുതൽ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 400 സംതിങ് എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ലതാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഇന്നിസ്ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു പൗഡറാണ്. മിനറൽ പൗഡർ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പണ്ടത്തെ, എനിക്കറിയില്ല കേട്ടോ ഞാൻ പറയണത് എന്തെങ്കിലും നിങ്ങളിത് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത്. എനിക്ക് നമ്മൾ ഈ പണ്ട് വൈറ്റ് കളർ ടാൽക്കം പൗഡർ യൂസ് ചെയ്യില്ല, അതുപോലത്തെ വൈറ്റ് കളറാണ്. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഫേസ് മൊത്തം ആ ഒരു വെള്ളാമ്പിച്ചിട്ടിരിക്കുന്ന പോലെ തോന്നിയിട്ട് അപ്പോൾ എനിക്ക് എന്തോ ഇത് ഇഷ്ടപ്പെട്ടില്ല. സംഭവം ഇതൊരു കുഞ്ഞിതാണ്. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. അധികം അത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് തീരും. ഇത് നമുക്ക് കൺസീലറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കണ്ണടിയിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അല്ലാണ്ട് ഫേസ് മൊത്തം ഇതിട്ട് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ പൗഡർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വൈറ്റ് കളർ പൗഡർ ആയതുകൊണ്ട് ഇതേ നിങ്ങൾക്ക് ബാക്ക് കാണില്ലേ, വൈറ്റ് കളർ പൗഡർ ആയതുകൊണ്ട് ഇതത്ര അങ്ങോട്ട് നമുക്ക് ഫേസിൽ സാധാരണ നമ്മൾ ഈ ബനാന പൗഡറൊക്കെ ഇടുന്ന പോലെ അത്ര അങ്ങോട്ട് വർക്കാവില്ല തോന്നുന്നു. പക്ഷേ കുറച്ചില്ലേ ഉള്ളൂ. അതുകൊണ്ട് കണ്ണടിയിലൊക്കെ സെറ്റ് ചെയ്ത് തീർക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഴപ്പമില്ല എന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടു. ഇനി ഞാനൊരു ലിപ് ബാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഈ സ്കിൻ കെയറും മേക്കപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോഴും പലർക്കും അറിയില്ല. ഞാൻ ഉണ്ണിക്ക് വേണ്ടി സാധനങ്ങൾ മേടിച്ചിട്ടുള്ള വീഡിയോയിൽ പലരും പറഞ്ഞു എന്തിനാ ആൺകുട്ടികൾക്ക് ഇത്ര മേക്കപ്പ് എന്ന്. മേക്കപ്പ് അല്ല, അത് സ്കിൻ കെയർ ആണ്. നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്, സ്കിൻ നന്നായി ഇരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സ്കിൻ കെയർ. അപ്പോൾ ഇത് വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ്. അത്യാവശ്യം കുറേ പേര് നല്ല അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ലിപ് ബാമിനെ. അപ്പോൾ ഞാൻ ഈ ബ്രാൻഡ് വിഷ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ലിപ് ബാം ഞാൻ 2-3 പ്രാവശ്യം ഇട്ട് നോക്കി, കുഴപ്പമില്ല. നന്നായി യൂസ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന പോലെ ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ കളയുമോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇട്ട് നോക്കി കുഴപ്പമില്ല, നല്ല ഹൈഡ്രേഷനൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ നിവിയയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെക്കാട്ടും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇത് ടിൻറ്റഡ് ലിപ് ബാമാണ്. പിന്നെ ഞാനൊരു സംഭവം കൂടി മേടിച്ചു, പാക്ക് തുറന്നിട്ടില്ല. ഇത് മാൾസിൻ്റെ സിറ്റി സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഷാഡോ പെൻ ആണ് കേട്ടോ. ഞാൻ ഐ ഷാഡോ അല്ല, എന്താ അത് കിട്ടുന്നില്ലല്ലോ, എന്താ അതിന് പറയാ, ഐലൈനർ പെന്നാണ് ഇത്. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ഉള്ള ഐലൈനർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് തുറക്കാമെന്ന് കരുതി ഇരിക്കുകയാണ്, തുറന്ന് കാണിക്കുന്നില്ല. പക്ഷെ ഇത് ഞാൻ മുന്നേ വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ എന്നെ കാണുന്ന വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.